നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക, നിഷേധിച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജു ധർണയുടെ ഉദ്ഘാടനം നടത്തി. CPI സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. സമ്മേളനത്തിന് മുന്നോടിയായുള്ള പാർട്ടിയുടെ ശതാബ്ദി ആഘോഷ പരിപാടികൾ ചേർത്തല വയലാറിൽ നടത്തുമെന്നും മന്ത്രി. ഓഗസ്റ്റ് 30 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കാനുള്ള മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 28 വൈകിട്ട് 5 മണി വരെ എൻട്രികൾ അയക്കാം. തപാലിൽ വേണം എൻട്രികൾ അയക്കാനെന്നും വിജയികൾക്ക് 10,001 രൂപ സമ്മാനമായി ലഭിക്കുമെന്നും അധികൃതർ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞ അത്യപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു VS അച്യുതാനന്ദനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. VS അച്യുതാനന്ദന്റെ ആലപ്പുഴയിലെ വസതിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക, നിഷേധിച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ലഭ്യമാക്കുക, കോൺട്രിബ്യൂട്ടറി ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിന് സമീപം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഈ മുന്നേറ്റത്തെ ഒന്നടങ്കം പിന്നോട്ടടിക്കുന്ന തരത്തിൽ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നോക്കം നിന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ അവിടെയെല്ലാം കാര്യക്ഷമമായ ഭരണങ്ങളുണ്ടായി. അവർ മികച്ച നയങ്ങളിലൂടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ മുന്നോട്ട് പോയപ്പോൾ കേരളം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം കാർത്തിപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികൾ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ കെട്ടിടമാണ് ഒരു അവധി ദിവസത്തിൽ മഴയിൽ ഇടിഞ്ഞു വീണു. കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KD അജിമോൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KPST സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ബിജു മുഖ്യ പ്രഭാഷണം നടത്തി. KPST ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R ഉദയകുമാർ ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ, R തനുജ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ മിനി മാത്യു, ബിനോയ് വർഗീസ്, സോണി പവേലിൽ, V ശ്രീഹരി, S അമ്പിളി, ജില്ലാ ട്രഷറർ രാജീവ് കണ്ടല്ലൂർ, VR ജോഷി, ജോൺ ബ്രിട്ടോ, B രാധാകൃഷ്ണൻ, KS വിവേക് എന്നിവർ സംസാരിച്ചു. അശാസ്ത്രീയമായ സമയമാറ്റം പിൻവലിക്കുക, ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിക്കുക, ആലോചനയില്ലാതെ പ്രഖ്യാപിച്ച സ്കൂളുകളിലെ പുതിയ ഭക്ഷ്യ മെനു പുനഃപരിശോധിക്കുക, EID ഉള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തികകൾ നിർണ്ണയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഭാരവാഹികൾ ഉന്നയിച്ചു. CPI സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടിയുടെ ശതാബ്ദി ആഘോഷ പരിപാടികളും വയലാറിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ചേർത്തല വയലാറിൽ പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം സംഘടിപ്പിക്കുമെന്നും മന്ത്രി പി പ്രസാദ് അറിയിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. പാർട്ടിയുടെ സമ്മേളനങ്ങൾക്കുള്ള പ്രാധാന്യം പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഈ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അന്തിമമായി പാർട്ടി കോൺഗ്രസോട് കൂടിയിട്ടാണ് പാർട്ടി വരുന്ന ആളുകളിൽ സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാടുകളടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുന്നത്. 25ാമത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടാണ് CPIയുടെ സംസ്ഥാന സമ്മേളനം
സെപ്റ്റംബർ മാസം 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ ചേരുന്നത്. ഓരോ ജില്ലകൾക്ക് സമ്മേളനം നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ്. ആലപ്പുഴയിലാണ് സമ്മേളനം ഞങ്ങൾ ഇപ്രാവശ്യം നിശ്ചയിച്ചത്. കഴിഞ്ഞ 42 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. CPI സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ പി കൃഷ്ണപിള്ളയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 19 നടത്തുന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിൽ 1000 കുടുംബ സദസ്സുകൾ നടത്തും. കുടുംബ സദസ്സുകളുടെ ജില്ലാതല ഉദ്ഘാടനം ജൂലൈ 27 വൈകിട്ട് 4:30 മണ്ണഞ്ചേരി റോഡ് മുക്കിൽ മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 10 3 മണിക്ക് ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ട്രേഡ് യൂണിയൻ സെമിനാർ AITUC ദേശീയ വൈസ് പ്രസിഡന്റ് കെ സുബ്ബരയ്യൻ MP ഉദ്ഘാടനം ചെയ്യും. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. ഓഗസ്റ്റ് 26 3 മണിക്ക് അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ മതനിരപേക്ഷതയുടെ വർത്തമാനങ്ങൾ എന്ന വിഷയത്തിന്മേൽ സെമിനാർ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി പി പ്രസാദ്, ജനറൽ കൺവീനർ TJ ആഞ്ചലോസ്, CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S സോളമൻ, PV സത്യനേശൻ, TT ജിസ്മോൻ, സനൂപ് കുഞ്ഞുമോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഓഗസ്റ്റ് 30 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കാനുള്ള മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 28 വൈകിട്ട് 5 മണി വരെ എൻട്രികൾ അയക്കാം. തപാലിൽ വേണം എൻട്രികൾ അയക്കാനെന്നും വിജയിക്ക് 10,001 രൂപ സമ്മാനമായി ലഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ആലപ്പുഴ പുന്നമടക്കായലിൽ ഓഗസ്റ്റ് 30 നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കാനുള്ള മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ജൂലൈ 28 വൈകിട്ട് 5 വരെ എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിങ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. സൃഷ്ടികൾ മൗലികമായിരിക്കണം. എൻട്രികൾ അയക്കുന്ന കവറിൽ 71ാമത് നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. ഒരാൾക്ക് ഒരു എൻട്രി മാത്രമേ നൽകാനാവൂ. പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ പ്രത്യേകം പേപ്പറിൽ എഴുതി എൻട്രികൾക്കൊപ്പം സമർപ്പിക്കണം. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ എൻട്രികളും സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെടുന്ന സൃഷ്ടിക്ക് 10,001 രൂപ സമ്മാനമായി നൽകും. കൺവീനർ നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, ആലപ്പുഴ 688-001 എന്ന വിലാസത്തിൽ വേണം എൻട്രികൾ അയക്കേണ്ടത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞ അത്യപൂർവ വ്യക്തിത്വത്തിനുടമയായിരുന്നു VS അച്യുതാനന്ദനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. VS അച്യുതാനന്ദന്റെ ആലപ്പുഴയിലെ വസതിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞ അത്യപൂർവ വ്യക്തിത്വത്തിനുടമയായിരുന്നു VS അച്യുതാനന്ദനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. VS അച്യുതാനന്ദന്റെ ആലപ്പുഴയിലെ വസതിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉണ്ടായിരുന്നപ്പോൾ VS സ്വീകരിച്ച നിലപാടുകളാണ് അദ്ദേഹത്തെ ജനമനസ്സുകളിൽ ഏറ്റാനുള്ള പ്രധാന കാരണമെന്നും അദ്ദേഹം ജനപക്ഷത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും VS ഊന്നൽ നൽകിയത് സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയത്തിലായിരുന്നുവെന്നും PK കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. മുഴുവൻ കേരളത്തിൻ്റെയും വിശ്വാസം ആർജിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ശ്രീ VSൻ്റെ സവിശേഷത, പ്രത്യേകത. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ വിശ്വാസവും ആർജിക്കാൻ സാധിച്ചത് പൊതുപ്രവർത്തനത്തിൽ, അത് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും VS സ്വീകരിച്ച നിലപാടുകളാണ്, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ്. ഇപ്പം പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും VS ജനപക്ഷത്താണ് നിലയുറപ്പിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവായ VSഉം മുഖ്യമന്ത്രിയായ VSഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത് ജനങ്ങൾക്കാണ്. അതുകൊണ്ട് BJP സൗത്ത്, നോർത്ത് ജില്ലാ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് PK ബിനോയ്, സന്ദീപ് വാചസ്പതി, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, വിമൽ രവീന്ദ്രൻ, മറ്റ് BJP ഭാരവാഹികൾ എന്നിവരും
PK കൃഷ്ണദാസിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വിദ്യാർത്ഥികളിൽ സാമൂഹിക ആത്മവിശ്വാസം വളർത്തിയാൽ മാത്രമേ അവർക്ക് പൊതുരംഗങ്ങളിൽ വിജയിക്കാൻ കഴിയൂ എന്ന് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. CPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച VM ഹരിഹരൻ അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ സാമൂഹിക ആത്മവിശ്വാസം വളർത്തിയാൽ മാത്രമേ അവർക്ക് പൊതുരംഗങ്ങളിൽ വിജയിക്കാൻ കഴിയൂ എന്ന് മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച VM ഹരിഹരൻ അനുസ്മരണ സമ്മേളനവും വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായ വിദ്യാഭ്യാസ പ്രവർത്തനവും ഒരുപാട് സൗന്ദര്യമുള്ള ഒരു സേവനമായിരുന്നു. അതുകൊണ്ട് ഹരിഹരന് സഹപ്രവർത്തകരെക്കാളും സഖാക്കളെക്കാളും കൂടുതൽ ശിഷ്യരുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളുടെ വലിയ ചേട്ടന്മാരോ മാതാപിതാക്കളോ ഒക്കെ ഹരിഹരന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവർ. യാതൊരു പ്രതിഫലവും കൂടാതെ സമൂഹത്തിനു വേണ്ടി ഹരിഹരൻ നടത്തിയ പ്രവർത്തനങ്ങൾ വലുതാണ്. അത് അധ്യാപന രംഗത്തും കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം ഒരു സൗന്ദര്യമുള്ള മേഖലയായിരുന്നു. അതുകൊണ്ടാണ് സഹപ്രവർത്തകരെക്കാളും ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന് കൂടുതലുണ്ടായത്. അധ്യാപനവും പൊതുരംഗവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസിക്കേണ്ടതാണെന്നും മുല്ലക്കര രത്നാകരൻ കൂട്ടിച്ചേർത്തു. സംഘാടക സമിതിയുടെ ചെയർമാൻ PSM ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ DP മധു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി S സോളമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് സ്കൂളുകൾക്കുള്ള ആദരവും KLDC ചെയർമാൻ PV സത്യനേശൻ കുട്ടികൾക്കുള്ള ആദരവും നൽകി. അഡ്വക്കേറ്റ് V മോഹൻദാസ്, R സുരേഷ്, P ജ്യോതിസ്, PK സദാശിവൻ പിള്ള, B അൻസാരി, R അനിൽകുമാർ, AP ഷൈൻ എന്നിവർ സംസാരിച്ചു. E ഷാജഹാൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക, നിഷേധിച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു ധർണയുടെ ഉദ്ഘാടനം നടത്തി. CPI സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കുമെന്ന് മന്ത്രി P പ്രസാദ്. സമ്മേളനത്തിന് മുന്നോടിയായുള്ള പാർട്ടിയുടെ ശതാബ്ദി ആഘോഷ പരിപാടികൾ ചേർത്തല വയലാറിൽ നടത്തുമെന്നും മന്ത്രി. ഓഗസ്റ്റ് 30 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കാനുള്ള മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 28 വൈകിട്ട് 5 മണിവരെ എൻട്രികൾ അയക്കാം. തപാലിൽ വേണം എൻട്രികൾ അയക്കാനെന്നും വിജയികൾക്ക് 10,001 രൂപ സമ്മാനമായി ലഭിക്കുമെന്നും അധികൃതർ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞ അത്യപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു VS അച്യുതാനന്ദനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. VS അച്യുതാനന്ദന്റെ ആലപ്പുഴയിലെ വസതിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.